ഹലോ അമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏട്ടാ. ആ മോള് വരുന്നുണ്ടാ? ആ എന്നാ വാ മോളെ, വേഗം. മോനും ഉണ്ടാ? ഏട്ടനും ഉണ്ട്. ആ ചോറിനുണ്ടാവും. അമ്മ എന്തെങ്കിലും കറിയെല്ലാം ആക്കി വെച്ചോ? ആ എന്നാ വേമ്പാ, അമ്മ കറി എന്തെങ്കിലും ആക്കി വെക്കാം മോളെ, നല്ലത് എന്തെങ്കിലും ആക്കി വെക്കാം. വാ. ആ എന്നാ അമ്മ അച്ഛനോട് പറയട്ടെ. ശരി അമ്മ എന്നാല്. ആ ആ ആ ശരി എന്നാല് വേമ്പാ. അമ്മ പോയിട്ട് വരാട്ടാ. ആ പോ, ചെല്ല് ചെല്ല്, എന്തെങ്കിലും ആക്ക്. അമ്മ പോയിട്ട് വരാട്ടാ. ഓ നീയും പോകുന്നുണ്ടാ ഭാര്യ വീട്ടിൽ നിൽക്കാനായിട്ട്? കൊറേലേ പോയിട്ട് ഒന്ന് പോയിട്ട് വരാം. ആ പോയിട്ടൊക്കെ നിന്നിട്ടൊക്കെ വാ. ഓ ഒരു ഭാര്യ വീട്ടില്. ചേട്ടാ, ആ മോള് വരുന്നുണ്ട്, അതെയാ? മോനും വരുന്നുണ്ട്. ആ അവര് ഉച്ചക്ക് ചോറിനുണ്ടാവും. കറിക്കൊന്നുമില്ല, ചോറായിട്ടുണ്ട്. ചിക്കൻ വാങ്ങാം അല്ലേ? ആ ചിക്കൻ പറഞ്ഞു. ചിക്കൻ വാങ്ങാൻ പൈസ ഇല്ലല്ലോ വിനിതേ. പൈസയില്ലേ? മരുന്ന് വാങ്ങാൻ പക്ഷേ പൈസയുണ്ട്. ആ എന്നാ മരുന്ന് വെക്കാൻ മേടിച്ച പൈസനെ കൊണ്ട് പോയി മേടിച്ചിട്ട് വാ. വേമ്പാ, വേം വരണേ. മരുന്ന് നാളെ വാങ്ങാം അല്ലേ? ഇറങ്ങി ഇറങ്ങ്. അല്ലടി ഞാൻ വരണ, നിനക്ക് തന്നെ അങ്ങോട്ട് പോയാ പോരെ. മടി പിടിക്കുന്ന മനുഷ്യന്. ഒന്നാമത്തെ കാര്യം വണ്ടിയും വരൂല, അങ്ങോട്ട് നിറച്ച് വെള്ളവും ചെളിയെല്ലാം ആയിട്ട്. ഇവിടത്തോളം ആക്കിയില്ല, നീ അവിടെ പോയിക്കോ. ഒന്ന് വായേട്ടാ, എന്തെന്നാന്ന് എപ്പോഴും ഇല്ലല്ല. വല്ല കാലത്തും അല്ലേ എനിക്കും ഉണ്ടാവൂലേ ഏട്ടൻ എന്റെ വീട്ടിൽ വരണം എന്നല്ല ആഗ്രഹം. മതി മതി, നിർത്ത്. എന്തായാലും ഇറങ്ങിയില്ലേ, നീ വരാന്നല്ലാതെ പിന്നെ. ഒന്നില്ലെങ്കിൽ നീ മുമ്പിൽ അടക്ക്, അല്ലെങ്കിൽ പുറകെ അടക്ക്. രണ്ടാൾക്ക് വാള സ്ഥലമൊന്നും ഇല്ല ഇതില്. നിറച്ച് ചെളി തന്നെ ഇവിടെ എല്ലാം. പേര് പോവാ. ഷൂലെല്ലാം ചെളിയായി. നോക്കിയാ നീ, എന്തൊരു കഷ്ടാണ്. പുതിയ ഷൂ വാങ്ങിയതാണ്. ഞാൻ കഴുകി വെക്കാം. മെനക്കേട് തന്നെ, നടക്കിങ്ങോട്ട്. ചേട്ടാ മോള് വരുന്നുണ്ട്. അതെയാ? വഴിയില്ല, മൊത്തം കാട് തന്നെ. അമ്മ, അച്ഛാ, ഓ അച്ഛാ, അമ്മേ. എന്റെ മോള് വന്ന ആ എത്ര കാലായി ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട്. ഇത്ര നേരം പഠിയെന്തേ? എങ്ങനെ വൈകാതിരിക്കുക? വണ്ടി അവിടെ വെച്ചിട്ട് 1 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കണം. അത് നടക്കാൻ വഴിയണ്ട, നിറച്ച് കാടും പുല്ലും ചെളി. ഇത് കാണുന്നില്ല, എൻ്റെ ഷൂ വരെ ചെളിയായി. ഇതാണ് ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തത്. അതൊക്കെ ഒന്ന് വൃത്തിയായി കൂടെ? ഏട്ടാ വാ വാ, നടക്കമ്മേ. മോനെ. മോക്ക് ഇഷ്ടപ്പെട്ട കറിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അമ്മ. ആ എടി, ഇതെന്താ ഇത്? കല്യാണോ ഇവിടെ? പന്തലൊക്കെ ഇട്ട് വെച്ചേക്കണ, മൊത്തം ഭയങ്കര ഇരുട്ടല്ല. ഓ ഇത് റോട്ടിൽ മാത്രമല്ല ചെളി, ഇവിടെ വീട്ടിലെല്ലാം ചെളി തന്നെയല്ലേ. എന്ത് വീടാടി ഇത്? നല്ല തന്നെ. ഭയങ്കര ചൂട് കേട്ടാ. എനിക്കൊന്ന് ഈ ഷീറ്റ് ഇട്ടോണ്ടാന്ന് തോന്നുന്നു. ഇവിടെ മഴയെന്ന് തൊട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര ചൂട്. ഫാനുണ്ട്. ഇത് കൂരണ്ട ഇനിയിപ്പോ ചെളിയെല്ലാം ആയിട്ട് ചെയ്യാ. ഞാൻ കഴുകി വെച്ചോളാം അത്. വെള്ളം എന്തെങ്കിലും എടുക്കട്ടെ മോളെ? വേണ്ടമ്മേ, ചോറ് കഴിക്കാൻ സമയമായി. അല്ലേ? എന്തൊരു സൗണ്ട്? ഫാൻ്റെ ഇത് പൊട്ടി തല്ലുവോ? ഒരു കാര്യം ചെയ്യാം, തൊട്ടായിട്ടിരിക്കാം. കണ്ടറിയാ. ചോറ് എടുക്കട്ടെ മോളെ എന്നാല്? എന്തെങ്കിലും എടുക്ക്. എന്താ അമ്മ കറി? കറിയ നമ്മളെ അവിടെ പൊത്തി വെച്ചിട്ടാ. ചിക്കൻ കറിയാന്നല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര കാലായി അമ്മേന്റെ കറി കൂട്ടി കഴിച്ചിട്ട്. ബാ എന്നാ കറി കൂട്ടി ചോറ്. ബാ ബാ. കഴിക്കാം. അച്ഛനും അമ്മയും കഴിക്കുന്നില്ലേ? ചിക്കൻ കറിയാ? ചിക്കൻ മാത്രമേ ഉള്ളൂ? ഞാൻ എടുക്കാം അച്ഛാ. അമ്മ ലേശം വെള്ളം തന്നെ. അച്ചാർ ഇടട്ടെ? വെള്ളം പോലെയാണല്ലോ കറി, ചാറ് കൂടുതലാന്ന് തോന്നുന്നു. ചിക്കൻ പൊരിച്ചത് വെക്കട്ടെ? കറി ഒരു കൊള്ളൂലല്ലോ. ഇത് പച്ചവെള്ളം പോലെ, ഒരു രസമില്ല. കറി നല്ല രസമുണ്ടല്ലോ.
ചിക്കൻ പൊരിച്ചത് കണക്കന്നെ, വെറുതെ കഴിക്കാന്നല്ല. കറി നല്ല രസമുണ്ട്. ഏട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല? ഇത് ഉപ്പുണ്ടായിന്, എന്തോ ഒരു മസാലപ്പുഴ കുത്തും. ഓ അതെല്ലേ. അമ്മയും ചോറ് അങ്ങോട്ടേക്ക് എടുത്തോ. ഏട്ടന് കറിയൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പോലും. ഏട്ടന് ചോറ് വേണ്ട അല്ലെ? ഏട്ടൻ വീട്ടിൽ പോയിട്ട് തിന്നൂലേ അല്ലേ? അല്ല ചോറ് അല്ല, കറിയൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാന്നല്ലേ ഏട്ടൻ പറഞ്ഞത്. ഏട്ടൻ കഴിക്കണ്ട ഏട്ടാ. അപ്പൊ ഞാനെന്താക്കും? ഇതിനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നിന്. അത് കുഴപ്പമില്ല, ഇന്നൊരു ദിവസം പട്ടിണിയായിരുന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല. എൻ്റെ ഏട്ടൻ അവിടെ ആ റോഡ് ഇറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതല്ലേ ഓരോരോ കുറ്റം പറച്ചില്. മഴക്കാലാന്ന് റോട്ടുമേൽ ചളിയില്ലേന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാനെന്താ പറഞ്ഞേനി? എന്താ ഏട്ടൻ പറയാഞ്ഞത്? ഇപ്പൊ ഇവിടെ മഴയായതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ ഷീറ്റെല്ലാം കെട്ടിയത്. ഏട്ടന്റെ പോലെ വണ്ടി കയറുന്ന റോഡും വഴിയും ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല. ഇതെല്ലാം കണ്ടിട്ട് തന്നെയല്ലേ എന്നെ കല്യാണം കഴിച്ചത്. അന്നേരം നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. പെണ്ണിന് വീടില്ലെങ്കിൽ കുഴപ്പമില്ല, സൗന്ദര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും വേണ്ട സ്ത്രീധനം, പെണ്ണിനെ മാത്രം മതിയെന്നായിരുന്നല്ലോ ഇവിടെ ഏട്ടന്റെ അമ്മ വന്നിട്ട് പറഞ്ഞത്. ഏട്ടനും കൂടി വന്നിട്ടല്ലേ ഈ വീടെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ എന്നെ കല്യാണം കഴിച്ചത്. എത്ര കാലം കൂടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുന്നത്. ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഒരു ലേശം കഴിക്കണം എന്നുള്ള അത്രയും ആഗ്രഹത്തിലല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നത്. പിന്നെ എൻ്റെ തെറ്റെന്ന് വെച്ചാല് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഏട്ടനെയും വിളിച്ചിട്ട് വന്ന്. അതെന്റെ തെറ്റന്നെ, അതെന്റെ ആഗ്രഹമായിരുന്നു ഏട്ടാ. ഏട്ടൻ ഒരു ദിവസം വന്ന് എൻ്റെ വീട്ടിൽ നിൽക്കണം എന്നുള്ളത്. അതിപ്പം വലിയൊരു തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറ്റവും കുറവുകളെല്ലാം എല്ലാവർക്കും ഉണ്ടാവും ഏട്ടാ. സ്വന്തം ജനിച്ചു വളർന്ന വീട് എന്ന് പറയുന്നതില്ലേ, അതെല്ലാവർക്കും സ്വർഗം തന്നെയാണ്. അതെത്ര ചെറിയ വീടാണെങ്കിൽ പോലും. പിന്നെ സ്വന്തം അച്ഛനമ്മമാരുണ്ടെങ്കിലില്ലേ പറയുകയും വേണ്ട, അതിൽ പല സ്വർഗം വേറെ എവിടെയും കിട്ടൂല. ഇപ്പൊ ഏട്ടന്റെ വീട് എത്ര വലിയ വീടാണെങ്കിൽ അവിടെ എനിക്കുണ്ട് കുറെ കുറ്റങ്ങളും കാര്യങ്ങളെല്ലാം. അതൊന്നും ഞാൻ വന്നിട്ട് ഏട്ടനോട് പറയുന്നില്ലല്ല. പറയുന്നുണ്ടാ? പക്ഷെ എൻ്റെ വീട്ടിലേക്ക് ഇത്തിരി നേരം ഏട്ടൻ വന്നപ്പോഴേക്ക് ഇവിടെ ഇല്ലാത്ത കുറ്റങ്ങളില്ല, എൻ്റെ അച്ഛനില്ലാത്ത കുറ്റമില്ല, എനിക്കില്ലാത്ത കുറ്റമില്ല, എൻ്റെ അമ്മക്കില്ലാത്ത കുറ്റമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചത്. ഏട്ടനൊരു കാര്യം ചെയ്യും, ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ സമാധാനത്തിൽ നിന്നിട്ട് വന്നോളാം. ഇനി ഏട്ടൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കുറ്റങ്ങളും കുറവുകളെല്ലാം ഞാനും പറയും കേട്ടാ. അതും കേട്ട് നിന്നോളണം. അമ്മ ചോറ് അങ്ങോട്ട് കൊണ്ടുവച്ചേ അമ്മേ. ഏട്ടന് വലിയ വിശപ്പൊന്നുമില്ല. ഇത്രയും നല്ലൊരു കറി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. നീ പോയട്ടെ, മോനിത് കഴിക്കും മോനെ. അമ്മ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല കറി വെക്കും. ഈ കറി ലേശം ഒരു മോശമാണെന്ന് നമുക്കറിയാം. ഒരു മോനും കൂട്ടും. ഇത് അത്ര വലിയ ടേസ്റ്റ് ഇല്ല. അത് അച്ഛനും പറയും. അടുത്ത പ്രാവശ്യം വരുമ്പോ ശരിയാക്കട്ടെ മോനെ. മുറ്റത്ത് മണ്ണെല്ലാം ഇടാ, പൂഴിയെല്ലാം ഇടാ. കഴിക്കും. ഇനിയിപ്പൊ അച്ചാർ എടുത്ത് കൊടുക്കടി. ഇതൊക്കെ എപ്പം അങ്ങനെ കഴിച്ചോ, ലേശം കറി കഴിക്കട്ടെ. ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറയുകയും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുകയും ചെയ്യണം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത വീടുകളോ ആളുകളോ ഉണ്ടാകില്ല. പക്ഷെ ആ കുറ്റം മാത്രം കണ്ടുപിടിച്ച് മറ്റുള്ളവരെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന ആളുകൾക്ക് അതേ സമയത്ത് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ കാണാതെ പോകരുത്. ഇത്രയൊക്കെ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടും ഒരക്ഷരം പോലും മരുമകനെ പറയാതെ സ്വന്തം മകളെ വഴക്കു പറഞ്ഞുകൊണ്ട് മരുമകനെ സന്തോഷിപ്പിക്കുന്ന അച്ഛനെയും അമ്മയെയും. അവർക്കറിയാം എങ്ങനെ ഈ സാഹചര്യം കൈകാര്യം ചെയ്യണമെന്ന്. അതാണ് ജീവിതപരിചയം. ചിലപ്പോൾ ഒരു വലിയ പ്രശ്നമായി തീരാവുന്ന ആ സാഹചര്യം അവർ എത്ര പെട്ടെന്നാണ് കൈകാര്യം ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവരാണ് ഈ കഥയിലെ ഹീറോസ്.